ഗണപതായേ നമഃ. ഈ ക്ഷേത്രത്തിൽ നിന്നും കളവുപോയ വിഗ്രഹം എനിക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കണമേ. എന്നെ ഈ കേസിൽ നിന്നും മാറ്റാൻ മറ്റാരും ശ്രമിക്കണ്ട. എനിക്ക് തന്നെ വിഗ്രഹം കണ്ടെത്താൻ സാധിക്കണമേ. കാത്തോളിനെ ഗണപതി ഭഗവാനേ സ്വാമിയേ. ഞാൻ അടിച്ചു പൊട്ടിച്ച തേങ്ങ തേങ്ങക്കൊക്കെ എന്ത് വിലയാണെന്ന് അറിയോ? വീട്ടിൽ ചമ്മന്തി അരയ്ക്കാൻ പറ്റിരുന്ന തേങ്ങയാണ്. നാണമില്ലാതെ വന്ന് നുള്ളി പറക്കണ കണ്ടില്ലേ? അതെ, നിങ്ങൾ എന്നെ മാറ്റാൻ മുഖ്യമന്ത്രിക്കല്ലേ നിവേദനം കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഗണപതി ഭഗവാനാണ് നിവേദനം കൊടുത്തിരിക്കുന്നത്. ആര് ജയിക്കുമെന്ന് കാണാം. ചവിട്ടിയെടുത്ത് വണ്ടി നിന്നു. അണ്ണാച്ചിങ് ഗ്രൂപ്പ് ഈ ടെന്റിനകത്തുണ്ടാവും. പോയി ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കോ. സാർ ഇങ്ങോട്ട് വാ. എവിടെയാ പാണ്ടി വിഗ്രഹം? കൈ തരിക്കുന്നു. അയ്യോ അണ്ണാച്ചി, ഞങ്ങൾ ഒന്നും ചെയ്യല്ലേ അണ്ണാച്ചി. മുല്ലപ്പറിയാറിന്റെ വൈരാഗ്യം ഇവിടെ തീർക്കല്ലേ അണ്ണാച്ചി. കടവുൾ മാതിരി തന്നെ. വെടിവെച്ച് പോകരുത്, ആനങ്ങിക്കളയും. ആനങ്ങിപ്പോകരുത്, വെടിവെച്ച് കളയും. വേണ്ട സാർ, വേണ്ട സാർ. ഇനി ഞങ്ങളെ ഇവിടെ അടിക്കാൻ മുടിയാന്ന് സൊല്ലു സാർ. ഇയാൾ അനങ്ങില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് മറുപടി പറയണം. കൊള്ളഞ്ചേരി ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയ അന്നേ ദിവസം തന്നെ നീയും കൂട്ടർ അവിടുന്ന് മുങ്ങി ഇവിടെ വന്ന് ടെൻഡടിച്ചു. പറ, ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം? എനിക്ക് தெரியாது. നിന്നെ ഞങ്ങൾ തിരിച്ചോളാം, നീ തിരിയണ്ട. പറയടാ, ആരാടാ ഈ മുനിയപ്പ? സ്പോൺസർ സാർ. ഇപ്പൊ പിച്ചക്കാർക്കും തെണ്ടികൾക്ക് വരെ സ്പോൺസർമാരോ? കേട്ടുകളയും ഞാൻ. സാർ, പണ്ടത്തെ പോലെയല്ല. ഇവന്മാർക്ക് ഇപ്പൊ യൂണിയനൊക്കെ ഉള്ളതാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ അടി പാർസലായിട്ട് വീട്ടിലേക്ക് വരും. എന്നാൽ പിന്നെ ഇവിടെ വെച്ചുള്ള ചോദ്യം ചെയ്യൽ വേണ്ട. എല്ലാത്തിനെയും പറയ്ക്ക് വണ്ടിയിലോട്ട് ഇറോ, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. അപ്പൂന് IAS സെലക്ഷൻ കിട്ടി. ഇന്നത്തെ പത്രത്തിലുണ്ട്, ഫോട്ടോയുണ്ടെന്നാ. ഒന്നിനൊന്നൊന്നും പറഞ്ഞ് കെട്ടിക്കാറായി നിക്ക. ഒന്നിനെങ്കിലും കെട്ടിക്കാനുള്ള കാശുണ്ടാക്കാൻ ശിവനെ കൊണ്ടായിട്ടുണ്ടോ? നാട്ടുകാരൊക്കെ ചോദിക്കുക അപ്പൂന് എവിടുന്ന ഈ കാശെന്ന്. എനിക്കും അതറിയണം. വല്ല പാപം ചെയ്തിട്ടാണ് ഈ പണം ഉണ്ടാക്കിയതെങ്കിൽ ഭഗവാന്റെ ശിക്ഷ പുറകെ വരും. അത് മറക്കണ്ട. അമ്മൊന്നും ഉണ്ടായിരുന്നേ. ഇങ്ങോട്ട് വന്നു. അമ്മയുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ ചോദിക്കാതിരുന്ന അച്ഛന്റെ ഓപ്പറേഷൻ നടക്കുന്ന നിനക്ക് എവിടെ ഇത്രയും കാശ്? അത് എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. ഏത് ഫ്രണ്ട്? എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും നിങ്ങൾ അറിയോ? എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ നിങ്ങൾ അതിൽ രണ്ടുപേര്, അത്രയല്ലേ ഉള്ളൂ. ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ കൂട്ടുകാരാണ്. ഞങ്ങൾ അറിയാത്തൊന്നും എന്റെ ജീവിതത്തിലും നീ അറിയാത്തൊന്നും ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഇപ്പൊ നീ ഞങ്ങളിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. കുറെ നേരമായി നിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. പണം വാങ്ങാൻ വേണ്ടി ചിന്നക്കറപ്പിന്റെ അടുത്ത് പോകുമ്പോ നിന്റെ അടുത്തൊരു 10 പൈസയിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. സത്യം പറ, ഒറ്റ രാത്രി കൊണ്ട് നിനക്ക് എവിടെ നിന്ന്? ഞാൻ പറയുന്നു. അപ്പു, ഒരൊറ്റ രാത്രി കൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്ത് അനുഭവം സംഭവിച്ചു ഞങ്ങൾക്ക് അറിയില്ല. തുറന്നു പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മരണം വരെ ഞങ്ങൾ കൂടെ നിൽക്കും. വേണ്ട, നിർബന്ധിക്കണ്ട. നിക്കണ, ഞാൻ പറയാം.